വെറും ഒരാഴ്ചയിൽ നമ്മുടെ മുടിയുടെ റിസൾട്ട് എന്ന് പറയുമ്പോൾ വേറെ ലെവലായിട്ട് മാറ്റാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അമേസിംഗ് ആയിട്ടുള്ള ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ഹെയർ ടോണിക്കാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇത് വളരെ 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 എഫക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ട് തരും എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഹലോ ഹായ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വലിയൊരു സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. എന്താണെന്നല്ലേ, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ ലോങ് ഹെയറിൻ്റെ സീക്രറ്റ് ആണ് കേട്ടോ. അപ്പോൾ എപ്പോഴും ഞാൻ വരാറുള്ളത് നാച്ചുറൽ റെമഡി ആയിട്ടാണ് അല്ലേ. എങ്കിൽ കൂടി ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അതിലും സ്പെഷ്യലാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ അതിനായിട്ട് പുറത്ത് പോകേണ്ട ആവശ്യമില്ല, കാശ് ചിലവാക്കേണ്ട ആവശ്യമില്ല. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ വീട്ടിലെ വേസ്റ്റ് ആക്കി കളയുന്ന ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ഈ ലോങ് ഹെയർ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഒട്ടും വൈകേണ്ട വീഡിയോയിലേക്ക് കിടക്കാം അല്ലേ. അതിന് മുൻപായിട്ട് നിങ്ങൾക്ക് എൻ്റെ ചാനൽ കണ്ടിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. ഇനി നമുക്ക് ഒട്ടും വൈകേണ്ട വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഹെയർ കെയർ ചെയ്യാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ ഉള്ളിയുടെ തൊലിയാണ് കേട്ടോ. അപ്പോൾ ഉള്ളിയുടെ തൊലി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പലർക്കും സംശയം ഉണ്ടായേക്കാം. അപ്പോൾ ഉള്ളിയുടെ തൊലി എങ്ങനെയാണ് നമ്മുടെ ഹെയർ ഗ്രോത്തിനും നമ്മുടെ ഹെയർ കെയറിലും ഒക്കെ ഉൾപ്പെടുത്തുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഉള്ളിയുടെ തൊലിയും ഉള്ളിയും ഒന്ന് തന്നെയാണ്. നമ്മൾ ഉള്ളി എത്രമാത്രം പീൽ ചെയ്യുന്നുവോ എത്രമാത്രം തൊലിക്കുന്നുവോ അതിനനുസരിച്ച് നമ്മുടെ ഉള്ളിയുടെ തൊലി വന്നുകൊണ്ടേ ഇരിക്കുന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പക്ഷേ എങ്കിൽ കൂടി നമ്മൾ മുകളിലുള്ള ഈ ഒരു തൊലി കളഞ്ഞിട്ട് ബാക്കിയാണ് എടുക്കാറ്. നമ്മുടെ ഉള്ളിക്കും നമ്മുടെ ഇതിനും ഒക്കെ സെയിം ഗുണം തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഉള്ളി നമുക്ക് എടുത്ത് വെറുതെ വേസ്റ്റ് ആക്കണ്ട, അതിൻ്റെ തൊലി മാത്രം എടുത്താൽ മതി. അതിനുശേഷം ഇപ്പം ഞാൻ 3 വലിയ ഉള്ളിയുടെ തൊലി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് നല്ലതുപോലെ ഞാൻ വാഷ് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം ഇന്ന് നമ്മളൊരു അമേസിംഗ് ആയിട്ടുള്ള ഒരു ഹെയർ ടോണിക് അല്ലെങ്കിൽ ഹെയർ സിറം ആണ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു ഹെയർ സിറം നമ്മുടെ സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കാൽപ്പ് നല്ലതുപോലെ സ്ട്രെങ്തൻ ചെയ്യാനും അതേപോലെ തന്നെ നമ്മുടെ മുടിവേരുകൾക്കുള്ളിലേക്ക് ഈ ഒരു ഹെയർ ടോണിക് നമ്മുടെ മുടിവേരുകൾക്കുള്ളിലേക്ക് നല്ലതുപോലെ ഇറങ്ങി ചെന്നിട്ട് നമ്മുടെ മുടിവേരുകൾ ഹെയർ ഫോൾ വരുന്നത് നമ്മുടെ സ്കാൽപ്പ് വീക്കായത് കാരണവും മുടിവേര് വീക്കായത് കാരണമൊക്കെയാണ്. അപ്പം അതിന്നൊക്കെ നമ്മുടെ മുടിവേരുകൾക്കുള്ളിലേക്ക് ഇറങ്ങിയിട്ട് ആ പ്രശ്നങ്ങളെയൊക്കെ ഇല്ലാതാക്കാനായിട്ട് ഈ ഒരു ഹെയർ ടോണിക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാന വശം. അപ്പം ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് അതിനെക്കുറിച്ച് പറയാം. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് ഹെയർ ടോണിക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ 3 ഉള്ളിയുടെ തൊലി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് നല്ലതുപോലെ വാഷ് ചെയ്ത് ഒരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒരു 5 to 10 മിനിറ്റ് വരെ നമ്മളിത് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കണം. നല്ലതുപോലെ വെട്ടി തിളപ്പിക്കണം. എങ്കിലാണ് നമ്മുടെ ഉള്ളിയുടെ ഗുണങ്ങളെല്ലാം തന്നെ നമ്മുടെ വെള്ളത്തിലോട്ട് ഇറങ്ങും. അതിനോടൊപ്പം തന്നെ നമ്മുടെ വെള്ളത്തിൻ്റെ കളറ് നല്ലൊരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡായി മാറിയിട്ടുണ്ടാവും. ഇപ്പം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ടാവും. ഈ ഒരു രീതിക്ക് നല്ലതുപോലെ നമ്മൾ തിളപ്പിച്ചെടുക്കുക. അതിനുശേഷം ഇത് ഫിൽറ്റർ ചെയ്ത് നമുക്ക് 10 days വരെ നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ച് നമുക്ക് റെഗുലറായിട്ട് യൂസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പം നിങ്ങൾക്ക് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നല്ല ലോങ് ഹെയർ ഉണ്ടാക്കിയെടുക്കണം എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഈ ഒരു ഹെയർ കെയറിങ് മെത്തേഡ് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഈ ഒരു ഹെയർ ടോണർ ഞാൻ ഇന്ന് ഒരു സ്പ്രേ ബോട്ടിലാക്കി വെച്ചിട്ടാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇങ്ങനൊരു സ്പ്രേ ബോട്ടിൽ നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത് വളരെ നല്ലതാണ്. കാരണം നമ്മുടെ സ്കാൽപ്പിലേക്ക് അത് നല്ലതുപോലെ അപ്ലൈ ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഇന്ന് ഇതേപോലെ സ്പ്രേ ബോട്ടിലാക്കിയതിന് ശേഷം ഞാൻ എൻ്റെ സ്കാൽപ്പിലേക്ക് നല്ലതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഡേ 1 നമ്മൾ ചെയ്യേണ്ട ദിവസം നമ്മൾ നല്ലതുപോലെ നമ്മുടെ മുടിയിലും സ്കാൽപ്പിലൊക്കെ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ സ്കാൽപ്പിലേക്ക് നല്ലതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നല്ലതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. നമുക്ക് മുടിയിൽ അപ്ലൈ ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. നമ്മുടെ സ്കാൽപ്പിലാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. മുടി വളരാനായിട്ട് നമ്മൾ മുടിയിലല്ല നമ്മുടെ സ്കാൽപ്പിൽ വേണം അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പം നമ്മുടെ സ്കാൽപ്പിൽ ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ലൊരു ഹെയർ ഗ്രോത്ത് ഉണ്ടാവാനും ഹെയർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതില്ലാതാക്കാനും നമ്മുടെ മുടിവേരുകളെ നന്നായിട്ട് സ്ട്രോങ് ആക്കാനും നമുക്ക് പെട്ടെന്ന് നമ്മുടെ മുടി വളർന്ന് വരാനും ഒക്കെ ഈ ഒരു ഹെയർ ടോണർ നമുക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും
നിങ്ങൾക്ക് മുടി വളരാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രിക്ക് നിങ്ങൾ ചെയ്ത് നോക്കൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതും അതേപോലെ തന്നെ നമുക്ക് പൈസ കൊടുത്ത് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ വീട്ടിൽ എപ്പോഴും നമ്മൾ നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്ത് വേസ്റ്റാക്കി കളയുന്ന ഇൻഗ്രീഡിയൻ്റ് ആണിത്. അപ്പോൾ ഇത് വെച്ച് നമുക്ക് ലോങ് ഹെയർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് പറയുമ്പോൾ നമുക്ക് അതിലും വേറെ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ തീർച്ചയായിട്ടും ഒരു തവണ നിങ്ങൾ ഉണ്ടാക്കി വെച്ച് 1 വീക്ക് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് നോക്കൂ. അതിൻ്റെ ഒരു വിസിബിൾ ആയിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് 1 മന്ത് യൂസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും എത്ര മുടി വളരാത്ത ആൾക്കാർക്ക് മുടി വളരും. അതേപോലെ തന്നെ മുടി ഉള്ള ആൾക്കാർക്ക് നല്ല ലോങ് ആയിട്ടുള്ള മുടി വളരാനും കൂടി ഈ ഒരു ഹെയർ കെയറിങ് മെത്തേഡ് വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് റിസൾട്ട് തരും എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ ഒരു രീതി ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു ഹെയർ ടോണർ നമ്മുടെ സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ എല്ലാ ഭാഗത്തും നമ്മുടെ ഈ ഒരു ഹെയർ ടോണർ ആയിട്ടുണ്ട് എന്നുള്ളത് ആദ്യമേ ഒരു ഉറപ്പ് വരുത്തുക. കാരണം ചില ഭാഗങ്ങളിൽ നമ്മുടെ ഈ ഒരു ഹെയർ ടോണർ ആയിട്ടില്ല, ചില ഭാഗങ്ങൾ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു ഹെയർ ടോണർ ആയ ഭാഗത്ത് മാത്രമേ നമുക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ, ആവാത്ത ഭാഗത്ത് ഹെയർ ഗ്രോത്ത് ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് ഉണ്ടാവും. സോ നല്ല രീതിക്ക് നമ്മൾ സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്ത് മസാജ് ചെയ്ത് കൊടുക്കുക. നമുക്കൊരു 20 മിനിറ്റ് നേരം മാത്രം നമ്മുടെ മുടിയിൽ വെച്ചിരുന്നാൽ മതി. അതിനുശേഷം നമുക്ക് പ്ലെയിൻ വാട്ടറിൽ തന്നെ നമുക്ക് ഹെയർ വാഷ് ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യൂ. നല്ല മാറ്റം ഉണ്ടാവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പവർഫുൾ ആയിട്ടുള്ളൊരു ഹെയർ ടോണറാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂ. അപ്പോൾ അതിനുള്ള റിപ്ലൈ ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ. അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ഫ്രം രമ്യ. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവൂല്ലേ. അപ്പോൾ നിങ്ങൾ ഡെഫിനറ്റ്ലി ഇത് ട്രൈ ചെയ്ത് നോക്കുക. അത്രയും അമേസിംഗ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടാനായിട്ട് നമ്മളെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. വിത്തിൻ 1 മന്തിലാണല്ലേ നമുക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ ഡെഫിനറ്റ്ലി ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അത്രയും എളുപ്പത്തിൽ നമുക്ക് ചെയ്യാവുന്നതാണല്ലേ ഇത്. അപ്പോൾ ഇനിയും ഞാൻ ഇതേപോലെ അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ബൈ, ടേക്ക് കെയർ.